അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയ മാരകമായിട്ടുള്ളൊരു പ്രശ്നമാണ് കടം എന്നുള്ളത് അല്ലേ. ഇന്നത്തെ കാലത്ത് പല വീടുകളിലും ശബ്ദമില്ലാതെ വളരുന്ന ഒരു പ്രശ്നമാണ് കടം എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വീട്ടാനുള്ള ഒരു അമലിനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരട്ടെ. ഈ ദുൽഹിജ്ജ ദിവസത്തിൽ എന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എനിക്ക് അറിയൂല. എന്താണെങ്കിലും ദുൽഹിജ്ജ 10-ന്റെ ഉള്ളിലായിട്ട് നിയ്യത്ത് വെക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സൂറത്തിനെ പറ്റുമോ? ഓതി തീർക്കണമെന്നില്ല, പക്ഷേ നിയ്യത്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ദുൽഹിജ്ജ 10-ന്റെ ഉള്ളിലോ അല്ലെങ്കിൽ 15-ന്റെ ഉള്ളിലായിട്ടോ നിങ്ങൾ ഈ ഒരു മഹത്തായിട്ടുള്ള സൂറത്തിന് നിയ്യത്ത് വെക്കാം. ചിലർ പുറത്തേക്ക് സാധാരണ പോലെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ദിവസം ഓടുന്നത് ഓരോ കണക്കുകളാണ്. എത്ര കൊടുക്കാനുണ്ട് ഞാനിഞ്ഞ്, എത്ര കടങ്ങൾ അടക്കാനുണ്ട്, ആരൊക്കെയാണ് വീണ്ടും വിളിക്കുക, ഇതൊക്കെയാണ് ചില ആളുകളുടെ മനസ്സിലെ ചിന്തകൾ. ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് പോലും ഒരു ഭാരം തോന്നിയിട്ടാണ്. കാരണം പുതിയ ദിവസത്തേക്കാൾ മുമ്പത്തെ ദിവസത്തെ പ്രശ്നങ്ങളാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ ചെയ്ത് നോക്കിക്കോളി. ഇൻഷാ അള്ളാ ഈ ഒരു അമലിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഒരിക്കൽ പോലും കടം വാങ്ങാത്ത ആളുകൾ കുറവായിരിക്കില്ലേ? പക്ഷേ ചിലരുടെ ജീവിതത്തിൽ അത് പതുക്കെ വലിയ ഭാരമായിട്ട് മാറുന്നുണ്ട്. ആദ്യം ചെറിയ ആവശ്യങ്ങൾക്കായിരിക്കും, വീട്ടിലെ ചിലവുകൾക്കായിട്ട് കടം വാങ്ങും, മരുന്നിനായിട്ട് കടം വാങ്ങും, മക്കളുടെ പഠനത്തിനായിട്ട് കടം വാങ്ങും. പിന്നീട് അതെല്ലാം കൂട്ടി ഒരു വലിയ സമ്മർദ്ദമായിട്ട് മാറും. പലരും വിചാരിക്കും ഇനി അടുത്ത മാസം എല്ലാം ശരിയാകും എൻ്റെ സാലറിയൊക്കെ കിട്ടുമ്പോൾ. പക്ഷെ അടുത്ത മാസം എന്താ ഉണ്ടാവുക? വീണ്ടും പുതിയ കടബാധ്യതകൾ വരും. ചിലർക്ക് ജോലിയൊക്കെ ഉണ്ടാകും, പക്ഷെ സമാധാനം ഉണ്ടാകൂല. ശമ്പളം കിട്ടും, പക്ഷേ കയ്യിൽ നിൽക്കണില്ല. ഈ ഒരു അവസ്ഥയാണ്. ഒരു കടം അടക്കാൻ മറ്റൊരു കടം വാങ്ങുന്ന അവസ്ഥ. അത് പല കുടുംബങ്ങളെയും അകത്ത് നിന്ന് തളർത്തുന്നുണ്ട്. ചില വീടുകളിൽ സന്തോഷമായിട്ട് പോകുമായിരിക്കും, ആളുകളൊക്കെ സംസാരിച്ചിരുന്ന് താഴെയും മേലെയുള്ളവരൊക്കെ സംസാരിച്ചിരിക്കുന്ന ഒരു കുടുംബം പെട്ടെന്ന് നിശബ്ദമായി മാറുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഈ കടം കാരണം മനസ്സിൽ പല പല ചിന്തകളാണ് ഓരോരുത്തരുടെയും. പലർക്കും അവരുടെ ബുദ്ധിമുട്ട് വീട്ടുകാരോട് പോലും തുറന്നു പറയാൻ പേടിയാണ്, മടിയാണ്. അവർക്ക് കഴിയൂല, കാരണം അവരെയും കൂടെ ഇടങ്ങാറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചില രാത്രികൾ ഉറക്കം പോലും വരൂല. കണ്ണടച്ച് കടന്ന കടങ്ങൾ മാത്രം ഇങ്ങനെ ഓർമ്മ വരും. ഫോണ് റിങ് ചെയ്യുമ്പോൾ ഒരു പേടിയക്കാരം, കാരണം ആരാക്കാരം എന്നൊരു ചിന്തയായിരിക്കും മനസ്സിൽ വരിക. ചിലർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരിശ്രമിക്കുന്ന ആളുകളാണ് അല്ലേ. പക്ഷെ എന്തോ ഒരു തടസ്സം പോലെ എല്ലാം പാതി വഴിയിൽ അങ്ങനെ നിൽക്കും. എത്ര മുന്നോട്ട് ഓടിയാലും പോകൂല, മുന്നോട്ടാണ് എത്താൻ പറ്റൂല. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ. അപ്പോഴാണ് മനുഷ്യർ അകത്ത് നിന്നും കൂടെ ക്ഷീണിക്കുന്നത്. അവർ നന്നായിട്ട് എഫേർട്ട് എടുത്ത് നന്നായി ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് അവരുടെ വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. പലരും പുറത്ത് പറയാത്തൊരു സത്യമുണ്ട്. കടം മനുഷ്യൻ്റെ പണം മാത്രമല്ല, മനസ്സമാധാനവും കളയുന്നുണ്ട് എന്നുള്ള കാര്യം. ഭക്ഷണം കഴിക്കുമ്പോഴും ചിന്തയാണ്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ചിന്തയാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ചിന്തയാണ്. എത്ര ആളുകൾ പറയുന്നുണ്ടെന്നറിയോ, ഒന്നും ഉറങ്ങണം എനിക്കെന്നുള്ളത്, സമാധാനമില്ല എന്നുള്ളത്. അത്തരം ആളുകൾക്ക് സമാധാനം കൊടുക്കാനുള്ളൊരു വഴി തന്നെയാണ് ഇൻഷാ അള്ളാ. ഒരു പക്ഷേ നമ്മളൊരു കാര്യം മറക്കരുത്, ഒരവസ്ഥയും സ്ഥിരമല്ല എന്നുള്ളൊരു കാര്യം. ഈ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നാളെ ഇല്ലാതാക്കി തരിക തന്നെ ചെയ്യും. അതിന് ആദ്യം വേണ്ടത് മനസ്സിലൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ജീവിതത്തിലെ കടബാധ്യത കൊണ്ട് തളർന്നു പോയ ആളുകൾക്കായിട്ട്, മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ആളുകൾക്കായിട്ടുള്ളത് തന്നെയാണ്. ഈ വീഡിയോയിൽ ഒരു പ്രത്യേകമാക്കപ്പെട്ടുള്ള ഒരു അമലിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ്. നല്ല മനസ്സോടു കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഉത്തരം അനുഭവിക്കാൻ സാധിക്കും. ചില അമലുകൾ മനുഷ്യൻ്റെ മനസ്സിന് വലിയ ആശ്വാസം നൽകാറുണ്ട്. കാരണം ദുആയോടും വിശ്വാസത്തോടും ചേർന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക ശക്തിയുണ്ട്. പലർക്കും ജീവിതത്തിൽ ഒരു പുതിയ വഴികൾ തുറക്കുന്നത് പ്രതീക്ഷ കൈവിടാതെ നിന്ന സമയത്താണ്. ഇത് വെറും കേൾക്കാനുള്ളൊരു വീഡിയോ അല്ല അല്ലേ. മനസ്സ് തളർന്നിരിക്കുന്ന, ജീവിതം വഴിമുട്ടിയിരിക്കുന്ന, കടം കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ചെറിയൊരു മനോധൈര്യത്തിനും അതേപോലെ തന്നെ അവർക്കൊരു വഴി തുറന്നു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അമല് തന്നെയാണ്, ഒരു വീഡിയോ തന്നെയാണ്. കാരണം ചിലപ്പോൾ മനുഷ്യന് വേണ്ടത് വലിയ സഹായങ്ങളൊന്നും ആയിരിക്കില്ല, ഇത്തരം ചെറിയ ചെറിയ അമലുകളായിരിക്കും. നിങ്ങളിപ്പോൾ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്ക് അറിയായിരിക്കാം. ജീവിതത്തിൽ എത്ര ഇരുട്ടായാലും ഒരു വഴി എവിടെയെങ്കിലും തുറക്കും എന്നുള്ള കാര്യം. പക്ഷെ അതിന് മനുഷ്യൻ പൂർണ്ണമായിട്ടും തകരരുത്. എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ആ ഒരു
മനസ്സിലുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക. കാരണം ഇതിൽ പറയുന്ന അമല് ചിലരുടെ മനസ്സിൽ പുതിയൊരു തുടക്കത്തിന് കാരണമാകും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, കടബാധ്യതകൾ വരും, തളർച്ചകൾ വരും. പക്ഷേ നമ്മൾ പ്രയത്നം, നമ്മളുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ദ്വാ നമ്മൾ കൈവിടുകയും ചെയ്യരുത്. ഇപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കാം. ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക. കാരണം ചില വാക്കുകൾ ചില സമയങ്ങളിൽ മനുഷ്യരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കടം കാരണം ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കൊന്ന് തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലേ? അത്തരമുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക. ഇനി അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ ഉമ്മമാർക്കോ അവരുടെ സഹോദരിമാർക്കോ അവരുടെ മക്കൾക്കൊക്കെ ഈ ഒരു അമലിനെ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതാണെന്ന് നോക്കാം. 12 ദിവസമാണ് നമ്മൾ ഈ ഒരു അമലിനെ ചെയ്യേണ്ടത്. 12 ദിവസം കൊണ്ട് നമുക്ക് 12,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ആണ് പൂർത്തിയാക്കേണ്ടത്. സൂറത്തുൽ ഇഖ്ലാസിനെ 12 ദിവസം കൊണ്ട് 12,000 തവണയാണ് നമ്മൾ ഓതി തീർക്കേണ്ടത്. അതും നമ്മൾ നല്ലൊരു നീയത്തോടു കൂടെ, നമ്മളുടെ മനസ്സിൽ ആ ഒരു നീയത്ത് വളരെയധികം സ്ട്രോങ് ആയിട്ട് ശക്തിയേറിയിട്ട് നല്ല ഭയഭക്തിയിൽ വേണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശുദ്ധിയില്ലാതെ ഈ ഒരു അമലിനെ ചെയ്യാൻ നിൽക്കരുത്. ശുദ്ധിയോടുകൂടെ തന്നെ നല്ല വുളുവോടുകൂടെ നല്ല ഭയഭക്തിയോടുകൂടെ കഴിയുമെങ്കിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഈ ഒരു മഹത്തായിട്ടുള്ള അമലിനെ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എണ്ണം തെറ്റാതെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പരിശുദ്ധമായിട്ടുള്ള ഈ ദുൽഹിജ്ജ 15-ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചൊല്ലി തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു അമലിന് പരിപൂർണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ ചെയ്യാൻ കഴിയും എന്നുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്തിടണേ. എന്നിട്ട് നമുക്ക് ഇന്ന് മുതലോ അല്ലെങ്കിൽ നാളെ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.